മഴക്കാലത്ത് ഒരുപാട് ഹെയർ പാക്ക് ഒക്കെ തലയിലിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് മുടി കഴുകിയാൽ മതി. മഴക്കാലത്ത് അടിപൊളിയായിട്ട് മുടി സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് പനിക്കൂർക്കയുടെ ഇലയാണ്. കഞ്ഞിക്കൂർക്കയുടെ ഇല എന്നൊക്കെ ഇത് പറയും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. മഴക്കാലത്ത് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടതാണ് ആര്യവേപ്പില, നമ്മുടെ നാട്ടിൽ കരിവേപ്പില എന്നൊക്കെ പറയും. ഇതും നമുക്ക് ആവശ്യമാണ് ഈ ഒരു വാട്ടർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുളസിയുടെ ഇലയാണ്. നല്ല കൃഷ്ണ തുളസി എന്ന് പറയുന്ന ഇലയില്ലേ, ആ തുളസിയുടെ ഇലയാണ് ഞാൻ കൃഷ്ണ തുളസി തന്നെയല്ലേ ഇത്, ആ തുളസിയുടെ ഇലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള പൊടിയും അഴുക്കും എല്ലാം പോയതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലോണം ഒരു 2 വട്ടം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. കത്തിച്ച് ഇത് തിളച്ച് നല്ല രീതിക്ക് തിളച്ച് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ 3 ഗ്ലാസ് വെള്ളം ഒരു 2 ഗ്ലാസ് എങ്കിലും ആയിട്ട് കുറയണം. അത്രയ്ക്ക് നല്ല രീതിക്ക് ഇത് വെന്ത് അതിലുള്ള ആ ഒരു നീരും സത്തുക്കളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട്. അങ്ങനെ ഒരു 10 to 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നല്ലോണം വന്ന് തിളച്ചിട്ടുണ്ടാവും. ഇതേ രീതിയിലാവണം. അപ്പോൾ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ കളർ നോക്കും നേരത്ത് ഒരു പച്ച കളറും അല്ല, എന്നാൽ ഒരു ചായപ്പൊടിൻ്റെ കളറും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 3 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. കാരണം ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തല കഴുകാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ തന്നെ എടുത്ത് തലയിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ട പൊളന്നു പോകും. അതുകൊണ്ട് നല്ലോണം ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തല കഴുകാനായിട്ട്. അങ്ങനെ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ ഇതേപോലെ ഒരു വലിയൊരു അരിപ്പയാണ് എടുത്ത് വെക്കുന്നത്. ഈ അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നല്ല രീതിക്ക് അരിച്ചെടുക്കാം. കാരണം നമുക്ക് തല കഴുകാൻ ഉപയോഗിക്കേണ്ട വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ലോണം അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ തലയിൽ നിൽക്കാനായിട്ട് നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് വേണം അരിച്ചെടുത്ത്. ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളമാണ് എനിക്ക് കിട്ടിയത്. ഒരു ചായപ്പൊടിൻ്റെ കളറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തല കഴുകേണ്ടത്. കുളിക്കുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തല കഴുകാം. ഒരുപാട് പാക്കും കാര്യങ്ങളും ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ഒറ്റ സാധനം നമുക്ക് യൂസ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തുനിന്നിട്ട് തല കഴുകുന്നത്. അകത്ത് തല കഴുകാന്ന് കഴിഞ്ഞാൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാണൂല. ഇതേപോലെ ഇൻവേർഷൻ മെത്തേഡിലായിരിക്കും ഞാൻ തല കഴുകുന്നത്. കുളിക്കുന്നതിനെക്കാട്ടി മുന്നേ ഇതേപോലെ ഈ വെള്ളം മുഴുവനും തലയിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ മസാജ് ചെയ്യും. 10-5 മിനിറ്റെങ്കിലും ഞാൻ ചുമ്മാ ഇങ്ങനെ മസാജ് ചെയ്യും. എനിക്ക് തലയിൽ ഒരുപാട് പാക്ക് ഇടുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല മഴക്കാലത്ത്. ബാക്കിയുള്ള ടൈമൊന്നും കുഴപ്പമില്ല, പക്ഷെ മഴക്കാലത്ത് എനിക്ക് ഭയങ്കര സീനാണ് ഈ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനത്തെ വെള്ളങ്ങൾ. ഇതിൽ ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തലയിൽ തണുപ്പ് കൂടുതലായിട്ട് തട്ടാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ പനിയും ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തലയിൽ താരനും പേനും അതുപോലെ തന്നെ മുടിക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു വെള്ളം നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാനായിട്ട്, മഴക്കാലത്ത് മുടി വളരാൻ പറ്റിയ ടൈമാണ്. അതുകൊണ്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ലോണം വളരാനായിട്ടും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ആയിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാട്ടറാണിത്. അപ്പോൾ എന്നെ പോലെ മഴക്കാലത്ത് ഒരുപാട് പാക്കൊക്കെ തലയിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പനിയും ജലദോഷമൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും നമ്മൾ തല കഴുകുമ്പോൾ ഇതേപോലെ തല കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ താരൻ, ഈര്, പേന്, ചൊറിച്ചിൽ എല്ലാത്തിനും പറ്റിയിട്ടുള്ള അടിപൊളി ഒരു വാട്ടറാണെന്ന് തന്നെ ഞാനിതിനെ പറയും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.